ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരാൾക്കുണ്ടായ ചില അനുഭവങ്ങൾ പറയാം. ഈ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത് എൻ്റെ ചിറ്റയുടെ മകളാണ്. ഇക്കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ നാട്ടിൽ വന്നിരുന്നു. വെറും 12 ദിവസത്തെ അവധിക്ക്. ആ അവധി ദിവസങ്ങളിൽ ഒരു ദിവസം ഞാനൊരു ചോറൂണ് ചടങ്ങിൽ പങ്കെടുത്തു. ചിറ്റയുടെ മകളുടെ കുഞ്ഞിൻ്റെതായിരുന്നു ആ ചോറൂണ്. എൻ്റെ ചിറ്റയുടെ മകൾ ബാംഗ്ലൂരിൽ നഴ്സാണ്. അവളുടെ സുഹൃത്തായ ഒരു വിജയവാഡക്കാരി പറഞ്ഞ അവർക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ അനുഭവങ്ങളുണ്ടായ പ്രിയദർശിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ ഈ അനുഭവങ്ങൾ നിങ്ങളോട് പറയാം. ഞാൻ പ്രിയദർശിനി. വിജയവാഡയിലാണ് എൻ്റെ താമസം. ഞാനിപ്പോൾ വിജയവാഡയിലുള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഞാനൊരു ബാങ്ക് ജീവനക്കാരിയാണെങ്കിലും ഈ ഹൊറർ സ്റ്റോറീസ് ഒക്കെ കാണുന്നതും കേൾക്കുന്നതും എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ പല അതീന്ദ്രിയ അനുഭവങ്ങളും ഞാൻ നേരിട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞങ്ങളാരും ഇതുവരേക്കും പ്രേതത്തിനെയും ആത്മാവിനെയും കണ്ടിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഇവൾക്കെങ്ങനെ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന്. അതിന് കാരണം എന്റെ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്റെ ജന്മനക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ചില പ്രത്യേക ആത്മീയ ശക്തികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതനുഭവിക്കാൻ ചിലർക്ക് കഴിയും. കാരണം ജനന സമയത്തെ ഗ്രഹസ്ഥിതികളും അടയാളങ്ങളും അനുസരിച്ച് അതിന് മാറ്റം വരും. ഇനി ഞാൻ അനുഭവത്തിലേക്ക് കടക്കാം. ആദ്യ അനുഭവം എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഉണ്ടായത്. അന്ന് ഞങ്ങൾ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു താമസിച്ചത്. ഒരു ദിവസം രാത്രി ഞാൻ അമ്മയോടൊപ്പം ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ലക്ഷ്മി മരിച്ചുവെന്ന് അച്ഛൻ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ഞാനും ലക്ഷ്മിയും ഒരേ പ്രായക്കാരായിരുന്നു. അങ്ങനെ അവളുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 22ാമത്തെ ദിവസം ഞാൻ രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് എന്റെ കാലിൽ വന്ന് ആരോ തട്ടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ കണ്ണു തുറന്നപ്പോൾ ലക്ഷ്മി എന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. അവൾ എന്നെ നോക്കി ചിരിക്കുകയാണ്. നിന്നെ വിട്ട് ഞാൻ പോയിട്ടേറെ നാളായി. നീ ഒരു തവണ പോലും എന്നെ ഓർത്തില്ലല്ലോ. പാതി മയക്കത്തിൽ ഞാൻ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. നീയല്ലേ എന്നെ വിട്ടുപോയത്? അതിന് ഞാനെന്ത് ചെയ്യാന്? അപ്പോൾ ലക്ഷ്മി എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നിന്റെ അമ്മ ഉണരും. അതുകൊണ്ട് നമുക്ക് ആ നദിക്കരയിലേക്ക് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ആ നദിക്കരയിൽ ഞങ്ങൾ എപ്പോഴും കളിക്കാറുള്ളതാണ്. ആ സ്ഥലത്തേക്കാണ് അവൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. കനത്ത ഇരുട്ടിലൂടെ ഞങ്ങൾ ഇരുവരും നദിക്കരയിലെത്തി. പിന്നീട് അവൾ എന്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് നീ എന്നോടൊപ്പം മറ്റൊരു ലോകത്തിലേക്ക് വരുമോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്റെ കൈകളിൽ പിടിച്ച് ശക്തിയായി വലിക്കാൻ തുടങ്ങി. എന്നെ ആ നദിയിലേക്ക് ഇറക്കാനാണ് അവൾ ശ്രമിച്ചത്. ആ സമയം ഞാൻ പേടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. എങ്ങനെയാണെന്നറിയില്ല, എന്റെ കരച്ചിൽ കേട്ട് ആ സമയം എന്റെ അമ്മ ആ നദിക്കരയിലേക്ക് ഓടി വന്നു. അപ്പോൾ എന്റെ ശരീരം പൂക്കുല പോലെ വിറയ്ക്കുകയായിരുന്നു. അതേ തുടർന്ന് അമ്മ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് എന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. അപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത്. പിന്നീട് ഞാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണെന്നാണ് അമ്മ അന്ന് എന്നോട് പറഞ്ഞത്. അടുത്ത രാത്രിയിലും ഒരു സംഭവമുണ്ടായി. ലക്ഷ്മി വീണ്ടും വന്നു എന്നെ പഴയൊരു കിണറിന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കിണറ്റിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. ആ സമയത്തും കിണറ്റിന്റെ കരയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്നെ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി കണ്ടു. ആ ചേച്ചി എന്നെ അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ എന്റെ വീട്ടുകാർ എന്നെ ഒരു പൂജാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ കണ്ടയുടൻ ആ പൂജാരി എന്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയല്ലേ? ഈ നക്ഷത്രത്തിൽപ്പെട്ട ചിലർക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കാറുണ്ട്. അത് മാത്രമല്ല, ദേവീ കടാക്ഷം ഉള്ളതുകൊണ്ട് ഇവർ കാണുന്ന ആത്മാക്കൾക്ക് ഇവരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇവൾക്കൊരു 11 വയസ്സാവുന്നത് വരെ ഇവളെ നന്നായി സൂക്ഷിക്കണം. അതിനുശേഷം ഇവൾക്ക് വെച്ചടി കയറ്റമായിരിക്കും. ഇവൾ എന്ത് ചെയ്താലും വളരെ വിജയകരമായി അത് തീരുന്നതാണ്. പിന്നീട് അദ്ദേഹം ചില പൂജകൾ നടത്തി. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിയുടെ ആത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല.
കുറച്ചു വർഷങ്ങൾ സമാധാനത്തോടെ കടന്നുപോയി. പിന്നെ എന്റെ 11ാമത്തെ വയസ്സ് അടുത്തു വന്നപ്പോൾ വീണ്ടും ചില സംഭവങ്ങളുണ്ടായി. സ്കൂളിൽ പരീക്ഷ നടക്കുന്ന സമയം ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ബോധം കെട്ട് വീണു. കടുത്ത വയറുവേദനയും ഉണ്ടായിരുന്നു. അധ്യാപകർ എന്റെ വീട്ടിൽ വിളിച്ചു പറയുകയും അതേ തുടർന്ന് എന്റെ അമ്മ വന്ന് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അന്ന് ഞാൻ ഋതുമതിയായി. എന്റെ വീട്ടിൽ അതിന്റെ ചടങ്ങ് വളരെ വിപുലമായി കൊണ്ടാടുകയായിരുന്നു. പക്ഷേ ആ തിരക്കിൽ മഹാനായ ആ പൂജാരി പറഞ്ഞ മുന്നറിയിപ്പ് എല്ലാവരും മറന്നുപോയി. അന്ന് രാത്രി ആചാരപ്രകാരം എന്നെ വീടിന് പുറത്താണ് കിടത്തിയത്. മാതാപിതാക്കളും സഹോദരികളും അടുത്തു തന്നെ ഉറങ്ങിയിരുന്നു. എന്നാൽ രാത്രി ഏതാണ്ട് 2 മണിയോടടുത്ത് ഞാനൊരു സൈക്കിളിന്റെ ബെൽ ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരാൾ ഞങ്ങളുടെ വീടിന് മുന്നിൽ സൈക്കിളുമായി നിൽക്കുന്നത് കണ്ടു. അയാൾ പോസ്റ്റ് പോസ്റ്റ് എന്ന് വിളിച്ചു പറയുന്നുമുണ്ട്. ഞാൻ മെല്ലെ പുറത്തേക്കിറങ്ങി. ഒരു പോസ്റ്റ്മാനെ പോലെ തോന്നിക്കുന്ന വേഷമാണ് അയാൾ ധരിച്ചിരുന്നത്. പിന്നീട് അയാൾ ഒരു കത്ത് എന്റെ നേർക്ക് നീട്ടി. ഇത് നിങ്ങളുടെ അഡ്രസ്സിൽ വന്നതാണ്. ഒപ്പം ചെറുതായി ചിരിച്ചുകൊണ്ട് അയാൾ എന്നോട് ചോദിച്ചു, നിന്റെ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ഇത്രയും പറഞ്ഞിട്ട് തല കുനിച്ച് സൈക്കിളിൽ കയറി അയാൾ ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. ആ കത്ത് എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്കറിയില്ല. ഞാനത് എന്റെ തലയിണക്കീഴിൽ വെച്ച് ഉറങ്ങാൻ കിടന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ രാത്രിയിൽ ഉറക്കം വന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നുകൂടി. ഈ പോസ്റ്റ്മാൻമാരൊക്കെ വരുന്നത് പകൽ സമയത്തല്ലേ? അപ്പോൾ ഈ രാത്രിയിൽ വന്നത് ആരായിരിക്കും? എന്തിനായിരിക്കും അയാൾ വന്നത്? അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാണ്ട് പേടി തോന്നി. ഉടൻ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. ആ കത്തെടുത്ത് വെളിച്ചത്തിൽ വെച്ച് തുറന്നു നോക്കി. ആ കത്തിൽ ഒരു ശുഭവാർത്തയായിരുന്നു എഴുതിയിരുന്നത്. എന്റെ വലിയേട്ടന് ജോലി ലഭിച്ചു എന്ന്. സന്തോഷത്തോടെ ഞാൻ വീടിനുള്ളിലേക്ക് ഓടി. ഉറങ്ങിക്കിടന്ന ഏട്ടനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ചേട്ടാ, ചേട്ടന് ജോലി കിട്ടി എന്ന് ഞാൻ പലതവണ വിളിച്ചു പറഞ്ഞു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നു. ഇതാ ചേട്ടാ നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ കത്ത് ചേട്ടന് കൈമാറാൻ നോക്കിയപ്പോൾ എന്റെ കൈവശം അങ്ങനെ ഒരു കത്തേ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു. ആ ശബ്ദം കേട്ട് പുറത്തുറങ്ങിക്കിടന്ന എല്ലാവരും അകത്തേക്ക് വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ചേട്ടന് ജോലി കിട്ടിയെന്ന്. അപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ വഴക്കിടാൻ തുടങ്ങി. നിന്നോടാരാ വീടിനുള്ളിൽ കയറാൻ പറഞ്ഞത്? ആചാരമനുസരിച്ച് ഇന്ന് വീടിനുള്ളിൽ കയറാൻ പാടില്ലായിരുന്നു. ഞാൻ അവരുടെ വാക്കുകൾ കേൾക്കാതിരുന്നപ്പോൾ എന്റെ അമ്മ ഒരു ചൂലെടുത്ത് എന്നെ അടിച്ചു. ആ അടിയേറ്റ ഉടനെ തന്നെ ഞാൻ ബോധം കെട്ട് നിലത്തേക്ക് വീണു. പിന്നീട് ബോധം വന്നപ്പോൾ രാത്രിയിൽ പോസ്റ്റ്മാൻ വന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും തന്നെ ആരും വിശ്വസിച്ചില്ല. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഒരു യഥാർത്ഥ പോസ്റ്റ്മാൻ എന്റെ വീട്ടിൽ വന്നു. അയാൾ അച്ഛന് ഒരു കത്ത് കൈമാറുകയും ചെയ്തു. ആ കത്തിൽ ചേട്ടന് ജോലി ലഭിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പൂജാരി പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമായി വരികയാണ്. എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അപ്പോൾ ബോധ്യമായി. അങ്ങനെ 4 ദിവസത്തിന് ശേഷം എന്റെ വീട്ടിൽ ഞങ്ങളുടെ ചിറ്റയും ചിറ്റപ്പനും വന്നു. ഞാൻ മുതിർന്ന പെൺകുട്ടിയായി എന്നറിഞ്ഞാണ് അവർ എന്നെ കാണാൻ വന്നത്. വന്നപ്പോൾ ഒരുപാട് മധുരപലഹാരങ്ങൾ അവർ എനിക്കായി കൊണ്ടുവന്നിരുന്നു. അന്ന് വൈകിട്ട് അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുന്ന നേരം ചിറ്റ ഒരു പാത്രത്തിൽ കുറച്ച് ജിലേബികൾ നിരത്തി വെച്ച് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എന്നോടത് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരപലഹാരം ജിലേബി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജിലേബി കണ്ടപ്പോൾ അത് കഴിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. വിശപ്പില്ലായിരുന്നിട്ട് കൂടിയും കൊതി കൊണ്ട് ഞാനൊരു 4 എണ്ണം അപ്പോൾ തന്നെ അകത്താക്കി. ബാക്കി രാവിലെ കഴിക്കാമെന്ന് കരുതി കിടക്കയുടെ അരികിലേക്ക് വെച്ച് ഞാൻ ഉറങ്ങി. അന്ന് എല്ലാവരും പതിവിലും അധികം സമയം സംസാരിച്ചിരുന്നു. രാത്രി ഒരു 11 മണിയോടെ എല്ലാവരും കിടന്നു. രാത്രി ഏതാണ്ട് 1 മണിക്ക് ശേഷം എന്റെ പേരെടുത്ത് ആരോ വിളിക്കുന്നതായി ഞാൻ കേട്ടു. അതും പരിചയമുള്ള ശബ്ദം. അതെന്റെ സ്കൂളിലെ സർല ടീച്ചറുടെ ശബ്ദമായിരുന്നു. അവർ വീടിന് പുറത്തു നിന്നാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഉറക്കം വിട്ടുണർന്ന് സർല ടീച്ചറുടെ അടുത്തേക്ക് നടന്നതും
പെട്ടെന്ന് എന്റെ കയ്യിൽ ആരോ കയറി പിടിച്ചു. നീ എങ്ങോട്ടാടി ഈ പാതിരാത്രിയിൽ ഇറങ്ങിപ്പോകുന്നത്? അമ്മയായിരുന്നു അത് ചോദിച്ചത്. സർല ടീച്ചർ പുറത്ത് നിൽപ്പുണ്ട്. അവർക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഞങ്ങളുടെ ആ സംസാരം കേട്ട് വീട്ടിലുള്ള മറ്റുള്ളവരും ഉണർന്നു. നീ ഇപ്പോൾ ആരെയും കാണുന്നുമില്ല, എങ്ങോട്ടും പോകുന്നുമില്ല. നീ പറയുന്ന സർല ടീച്ചർ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. നീ അവരെയാണോ കാണാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ പുറത്തുനിന്നും ഒരു തേങ്ങൽ കേട്ടു. പിന്നീട് ആ തേങ്ങിക്കരച്ചിൽ പതിയെ പതിയെ ഇല്ലാതെയായി. പിന്നീട് അങ്ങോട്ട് ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായി. അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പിന്നീട് ഒരിക്കലാവാം. പ്രശ്നങ്ങൾ ഓരോന്നായി വന്നതോടെ വീണ്ടും ആ പൂജാരിയെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. മകളുടെ ജനനസമയം, ആ സമയത്തെ ഗ്രഹങ്ങളുടെ നില, ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിന് പൂർണ്ണമായൊരു പരിഹാരവുമില്ല. പക്ഷേ ഒരു മാർഗമുണ്ട്. പൂജാരി ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു. അദ്ദേഹം കുറച്ച് മടിയോടെയാണ് അക്കാര്യം അച്ഛനോട് പറഞ്ഞത്. ഇപ്പോൾ മോൾക്ക് എത്ര വയസ്സുണ്ട്? 12. അച്ഛൻ പറഞ്ഞു. പൂജാരി ആലോചനയിൽ മുഴുകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്ര ചെറിയ പ്രായത്തിൽ വിവാഹം ബുദ്ധിമുട്ടാണ്. പക്ഷേ വിവാഹം മാത്രമേ ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. മംഗല്യസൂത്രം ഇവളുടെ കഴുത്തിൽ വീണാൽ പിന്നെ ഇവളുടെ അടുത്ത് ഒരു ആത്മാക്കളും വരികയില്ല. ഇവൾക്ക് ശാന്തിയും നല്ലൊരു ജീവിതവും ഉണ്ടാകും. പക്ഷേ അതിപ്പോൾ സാധ്യമല്ലല്ലോ. എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഓരോരോ പൂജകൾ ചെയ്യാം. അടുത്ത പൗർണമി വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് പൂജാരി പറഞ്ഞ പ്രകാരം ആഴ്ചകളിലുള്ള പൂജകൾ ഞങ്ങൾ നടത്തിപ്പോന്നു. പൗർണമിക്ക് 9 ദിവസം മുൻപത്തെ ഒരു രാത്രി ഞാൻ ഉറങ്ങിക്കിടന്ന ആ സമയത്ത് ആരോ എന്റെ പിന്നിൽ വന്ന് തട്ടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന എന്റെ ഒരു മാമനായിരുന്നു എന്റെ അരികിൽ വന്ന് നിന്നത്. പക്ഷേ ശരീരം മുഴുവനും മുറിവുകൾ, തല പിളർന്ന് കൈകാലുകൾ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു ഞാൻ അമ്മാവനെ കണ്ടത്. ആ കാഴ്ച കണ്ട് ഞാൻ ആകെ ഭയന്നു പോയി. അമ്മാവൻ ശബ്ദം താഴ്ത്തി എന്നോട് പറഞ്ഞു, നീ കരയരുത്, അമ്മയെ ഉണർത്തുകയും ചെയ്യരുത്. നീ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലേക്ക് പോയി എനിക്കൊരു അപകടം പറ്റിയെന്ന് അവരോട് പറയണം. ഞാനത് സമ്മതിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് അമ്മാവന്റെ വീട്. ഞാൻ ആ രാത്രിയിൽ തന്നെ ആരോടും പറയാതെ അമ്മാവന്റെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് വാതിലിൽ മുട്ടി ഉച്ചത്തിൽ വിളിച്ചു. അല്പനേരം കഴിഞ്ഞ് അമ്മായി വന്ന് വാതിൽ തുറന്നു. അർദ്ധരാത്രിയിൽ അവിടെ എന്നെ കണ്ടപ്പോൾ അവരൊന്ന് ഭയന്നു. അമ്മാവന് വലിയ അപകടം പറ്റി. ഇക്കാര്യം നിങ്ങളെ അറിയിക്കാൻ അമ്മാവൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് വെറുമൊരു സ്വപ്നമായിട്ടാണ് കണക്ക് കൂട്ടിയത്. പിന്നീട് അവരെന്നെ വീട്ടിൽ തിരികെ കൊണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മാവന്റെ മരണവാർത്ത കേൾക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ അമ്മാവൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ വെച്ച് ഉണ്ടായ ഒരു അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ വാർത്തയും കൂടി കേട്ടപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരൊക്കെ ഒന്ന് ഞെട്ടി. എനിക്കെല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ള ആ വാർത്ത നാടാകെ അറിഞ്ഞു. ചിലരെന്നോട് മുൻപൊന്നും കാണിക്കാത്ത ഒരടുപ്പം കാട്ടി. ചിലരെന്നെ ഒഴിവാക്കി. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എന്റെ ഭാവിയെക്കുറിച്ചോർത്ത് എന്റെ മാതാപിതാക്കൾ വല്ലാണ്ട് ഭയപ്പെട്ടു. എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നോർത്തായിരുന്നു അവർ ഭയന്നത്. അങ്ങനെ ആ 17-ാം വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഞങ്ങളുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യനുമായിട്ടാണ് എന്റെ വിവാഹം നടത്തിയത്. സത്യം പറയട്ടെ, താലി കഴുത്തിൽ വീണതോടെ ഞാൻ ഒരാത്മാക്കളെയും കണ്ടിട്ടില്ല. വിവാഹത്തിന് ശേഷവും ഞാൻ പഠനം തുടർന്നു. പിന്നീട് ബാങ്കിൽ ജോലി കിട്ടി. ഇന്ന് ഞാൻ എന്റെ ഭർത്താവിനും കുട്ടികളോടുമൊപ്പം സന്തോഷത്തോടെ വിജയവാഡയിൽ താമസിക്കുന്നു. ഇനി ഒരു കഥ പറയാം. ഈ ഭൂമിയിൽ നല്ലതും ചീത്തതുമായ ഒരു ശക്തികളും വസിക്കുന്നില്ല എന്നാണ് ജയവർദ്ധന്റെ വാദം. അതായത് ഈശ്വരനുമില്ല, ചെകുത്താനുമില്ല. ജയവർദ്ധന്റെ അച്ഛൻ ശേഖരവർമ്മ ഒരു ജന്മി കുടുംബത്തിലെ അവസാന കണ്ണിയായിരുന്നു. ഇട്ടുമൂടാൻ മാത്രം സമ്പത്തുള്ള തറവാട്ടിലെ ഏക സന്തതിയായിരുന്നു ശേഖരവർമ്മ. അതുകൊണ്ട് തന്നെ ശേഖരവർമ്മ വീട് വിട്ട് പുറത്തു പോകുന്നത് അവന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു. നീ പുറത്തുപോയി ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നായിരുന്നു എപ്പോഴും അവന്റെ മാതാപിതാക്കൾക്ക് ശേഖരവർമ്മയോട് പറയാനുണ്ടായിരുന്നത്.
എന്നാൽ രാജ്യസ്നേഹിയായ ശേഖരവർമ്മയ്ക്ക് നേവിയിൽ ജോലി ചെയ്യാനായിരുന്നു മോഹം. ആ മോഹത്തെക്കുറിച്ച് ശേഖരവർമ്മ അവന്റെ അമ്മയോട് പറഞ്ഞു. ആദ്യമൊന്നും അമ്മ അതിന് സമ്മതിച്ചില്ല. പിന്നെ തന്റെ ഏകമകന്റെ പിടിവാശിക്ക് മുമ്പിൽ ആ മാതാപിതാക്കൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ ശേഖരവർമ്മയ്ക്ക് നേവിയിൽ ഒരു ഓഫീസറായി ജോലി ലഭിച്ചു. ജോലി കിട്ടി 1 വർഷത്തിന് ശേഷം പ്രഭാവതി എന്നൊരു സ്ത്രീയെ ശേഖരവർമ്മ വിവാഹം കഴിച്ചു. പിന്നീട് ശേഖരവർമ്മയുടെ മകനായി ജയവർദ്ധൻ ജനിച്ചു. ജയവർദ്ധന്റെ ജനനത്തോടെ അവന്റെ അമ്മ പ്രഭാവതി മരണപ്പെട്ടു. ശേഷം കുഞ്ഞായിരുന്ന ജയവർദ്ധനെ അച്ഛൻ ശേഖരവർമ്മ പൊന്നുപോലെ നോക്കി വളർത്തി. അമ്മയില്ലാത്ത കുഞ്ഞായതുകൊണ്ട് തന്റെ കുഞ്ഞും തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ശേഖരവർമ്മ മകന് വേണ്ടി നേവിയിലെ ജോലി തന്നെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഒരു 2ാം വിവാഹത്തെക്കുറിച്ച് ശേഖരനോട് പറഞ്ഞുവെങ്കിലും ശേഖരൻ അതിനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹം തന്റെ മകനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ജയവർദ്ധൻ വളർന്നു. സുന്ദരനും ബുദ്ധിമാനുമായ ഒരു 21കാരനായി അവൻ മാറി. എങ്കിലും അച്ഛന് മകൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. ജയവർദ്ധൻ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. ഒരു ദിവസം രാവിലെ 6 മണിയോടെ ശേഖരവർമ്മ ജയവർദ്ധനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കുളിച്ച് പൂജാമുറിയിലേക്ക് വരാൻ അവനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജയൻ അനിഷ്ടത്തോടെ പറഞ്ഞു, അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാണ് വെറുതെ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്? ഈ ഈശ്വരനും പിശാചുമൊക്കെ വെറും മിഥ്യകൾ മാത്രമാണ്. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജനിച്ച ഉടനെ എന്റെ അമ്മ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ജയവർദ്ധനെ സമാധാനിപ്പിച്ചുകൊണ്ട് ശേഖരവർമ്മ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയ്ക്ക് അത്രയേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതാണ് അവൾ പെട്ടെന്ന് പോയത്. അച്ഛൻ ഇനി ഇതേക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല. ഞാനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇപ്പോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ജയവർദ്ധൻ മുറിവിട്ട് പുറത്തേക്ക് പോയി. പിന്നാലെ ശേഖരവർമ്മ പൂജാമുറിയിലേക്ക് നടന്നു. അന്ന് വൈകുന്നേരത്തോടെ കൂട്ടുകാരോടൊപ്പം പുറത്ത് ചുറ്റിക്കറങ്ങാൻ പോയ ജയവർദ്ധൻ തിരികെ വീട്ടിൽ വന്നു. കുളി കഴിഞ്ഞ് മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ജയവർദ്ധന്റെ അരിയിലേക്ക് ശേഖരവർമ്മ ചെന്നിട്ട് പറഞ്ഞു, മോനെ, അച്ഛന് പ്രായമായി വരികയാണ്. ഇനി നീ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അച്ഛന്റെ വാക്കുകൾക്ക് മറുപടിയായി അവൻ ഒന്നും തന്നെ പറഞ്ഞില്ല. അടുത്ത ദിവസം ഒരു ബുക്കും വായിച്ചുകൊണ്ടിരുന്ന ജയവർദ്ധനോട് ശേഖരവർമ്മ ചോദിച്ചു, എന്ത് ബുക്കാണ് ജയ ഇത്ര ഗൗരവത്തോടെ നീ ഈ വായിക്കുന്നത്? ഒരു ഹൊറർ സ്റ്റോറി. ജയൻ മറുപടി പറഞ്ഞു. അതിന് നിനക്കിതിലൊന്നും വിശ്വാസമില്ലല്ലോ, പിന്നെന്തിനാ നീ ഇതൊക്കെ വായിച്ചു കൂട്ടുന്നത്? അതെ, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും ഈ എഴുത്തുകാർ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കുകയായിരുന്നു. നീയൊരു നാസ്തികനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇതൊന്നും ഇല്ല എന്ന് നീ പറയരുത്. അപ്പോൾ ജയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇവയൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചുപോയവരെല്ലാം പിശാചുക്കളായി മാറിയാൽ നമുക്ക് ഈ ഭൂമിയിൽ സ്ഥലം കാണുകയില്ലല്ലോ. നീ കളിയാക്കണ്ട. നിനക്കൊരിക്കൽ എന്തെങ്കിലും അനുഭവം ഉണ്ടാവും. അന്ന് നീ ഇതൊക്കെ മാറ്റി പറയും. ശരി ശരി, ഞാനിപ്പോൾ മറ്റൊരു കാര്യം നിന്നോട് പറയുവാനാണ് ഇങ്ങോട്ട് വന്നത്. നാളെ പുലർച്ചെ തേവലക്കാട് വരെയും പോണം. പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ട ദിവസമാണ് നാളെ. അതുകൊണ്ട് നീ ഇപ്പോൾ ഉറങ്ങിക്കോളൂ. നാളെയോ? അത് വേണ്ട, ഇന്നേ പോയേക്കാം. പാതിരാത്രിക്ക് മുമ്പ് തിരികെ വരികയും ചെയ്യാം. മോനെ, രാത്രിയിൽ ആ വഴിയിലൂടെയുള്ള യാത്ര അത് അപകടമാണ്. അത് കാട്ടുപാതയാണ്. അതിനെന്താ കുഴപ്പം? ജയൻ ചോദിച്ചു. ഞാൻ ജീപ്പിലല്ലേ പോകുന്നത്, പിന്നെ എന്ത് പേടിക്കാനാണ്? അങ്ങനെ പെട്ടെന്ന് തന്നെ ജയവർദ്ധൻ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ശേഖരവർമ്മ ആ രാത്രിയാത്ര തടയാൻ ശ്രമിച്ചെങ്കിലും ജയൻ അതൊന്നും കൂട്ടാക്കാതെ സ്യൂട്ട് കേസും എടുത്ത് ജീപ്പിലേക്ക് കയറി. രാത്രി 9:30 ജയൻ യാത്ര തുടങ്ങി. 1-2 ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കാട്ടുവഴിയാണ്. രാത്രിയായാൽ അതുവഴി ആരും പോകാറില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ജയൻ ഒരു തവണ ഈ വഴിക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് അവൻ പോകുന്നത്. അതിനാൽ തന്നെ വഴികളൊക്കെ അവനത്ര തിട്ടമില്ലായിരുന്നു. ഇരുട്ടായാൽ ആ വഴിയിലൂടെ അധികം ആരും സഞ്ചരിക്കാറില്ല. പൗർണമി കഴിഞ്ഞിട്ട് 2ാം ദിവസമായതിനാലാവും ചന്ദ്രൻ
ഒരു മങ്ങലോടെയാണ് ആകാശത്ത് തെളിഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചം തീരെ കുറവായിരുന്നു. സമയം ഏതാണ്ട് 10:30 കഴിഞ്ഞിരുന്നു. ഇല്ലിക്കൽ എന്ന ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ജയന് അവന്റെ അമ്മ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന് ഓർമ്മ വന്നത്. ജയവർദ്ധൻ ജനിച്ചയുടനെ അവന്റെ അമ്മ മരിച്ചു പോയതിനാൽ അവന്റെ അമ്മുമ്മ അവന്റെ അമ്മയെപ്പോലെയാണ് അവനെ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മുമ്മയോട് ജയന് വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ അമ്മുമ്മയുടെ മരണശേഷം പിന്നീട് ആദ്യമായിട്ടാണ് ജയൻ ഈ വഴി വരുന്നത്. ഇല്ലിക്കൽ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ജയന് അവന്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അമ്മുമ്മയുടെ വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് അവൻ വിചാരിച്ചു. അവിടെ ഇപ്പോൾ അപ്പൂപ്പൻ മാത്രമാണ് താമസിക്കുന്നത്. ഒടുവിൽ അവൻ പോക്കറ്റിൽ നിന്നും ഒരു കോയിൻ എടുത്തു. ടോസ് ഇട്ട് നോക്കി. ഹെഡ് വീണാൽ മുത്തശ്ശന്റെ വീട്, മറിച്ചാണെങ്കിൽ തേവലക്കാട്. ടോസ് വീണത് ഹെഡായിരുന്നു. അവന്റെ ജീപ്പ് വേഗത്തിൽ മുന്നോട്ടോടി. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ വഴി രണ്ടായി പിരിഞ്ഞു. വലതുവശത്തേക്കുള്ള റോഡിലേക്ക് പോയാൽ തേവലക്കാട്, മറുവശമാണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്കെത്താം. ജയവർദ്ധൻ ജീപ്പ് ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു കുട്ടി അവന്റെ ജീപ്പിന് മുന്നിലേക്ക് ചാടിയത്. ജയൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി. വലിയൊരു ശബ്ദത്തോടെ ജീപ്പ് കിതച്ചു നിന്നു. അവൻ ഭയന്നു പോയി. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയുവാനായി അവൻ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. റോഡിന്റെ സൈഡിലായി ഒരു 12-13 വയസ്സ് തോന്നിക്കുന്ന ആൺകുട്ടി പരിക്ക് പറ്റി കിടന്നിരുന്നു. അവന്റെ വസ്ത്രമാകെ കീറിയിരുന്നു. കഴുത്തിലൂടെ രക്തം താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പരിഭ്രമിച്ചു പോയ ജയവർദ്ധൻ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി ഭയന്ന് കൈകൾ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ജയൻ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് എണീറ്റ് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ഇത്ര രാത്രിയിൽ ഈ പയ്യൻ ഒറ്റയ്ക്ക് എവിടേക്കാണ് ഓടിപ്പോയത്? അവൻ എന്നെ കണ്ട് എന്തിനായിരിക്കും ഓടി മറഞ്ഞത്? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ജയൻ അവിടമാകെ ആ കുട്ടിയെ തിരഞ്ഞു. പക്ഷേ ആ കുട്ടിയെ കണ്ടെത്താൻ അവനായില്ല. ജയൻ ജീപ്പെടുത്ത് മുന്നോട്ട് തന്നെ പോയി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ അവനൊരു കാഴ്ച കണ്ടു. റോഡിലൂടെ ഒരാൾ എന്തോ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ജയൻ കണ്ടു. ഗ്രാമവാസികൾ ആരെങ്കിലും ആയിരിക്കും അതെന്ന് വിചാരിച്ച് ജയൻ അയാളുടെ അടുത്തെത്തി വണ്ടി നിർത്തി. പക്ഷേ അവിടെ കണ്ട കാഴ്ച കണ്ട് അവൻ സ്തംഭിച്ചു പോയി. തലയില്ലാത്ത ഒരു കുട്ടിയുടെ മൃതശരീരം തഴപ്പായിൽ ചുരുട്ടി ചുമന്നുകൊണ്ടാണ് അയാൾ നടന്നു നീങ്ങിയത്. അതെ, അല്പം മുമ്പേ വണ്ടിക്ക് മുന്നിൽ വട്ടം ചാടിയ അതേ കുട്ടിയുടെ ശരീരമായിരുന്നു അയാളുടെ തോളിൽ. അതിന് തലയില്ല എന്ന് മാത്രം. ആ മനുഷ്യന്റെ കയ്യിലൂടെ രക്തം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അലക്ഷ്യമായി പൊതിഞ്ഞ പായയുടെ ഇടയിലൂടെ കുട്ടിയുടെ തലയില്ലാത്ത മൃതശരീരം അത് കാണാമായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച അയാളെ കണ്ടാലേ അറിയാം അയാളേതോ ഒരു മന്ത്രവാദിയാണെന്ന്. ഭയന്നു നിന്ന ജയനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ആ മനുഷ്യൻ ആ കുട്ടിയുടെ തലയില്ലാത്ത ശരീരവുമായി നേരെ ഇരുട്ടിലേക്ക് നടന്നകന്നു. സ്തംഭിച്ചുപോയ ജയന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. സ്വയബോധം തിരിച്ചു കിട്ടിയ അവൻ പെട്ടെന്ന് വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം സഞ്ചരിച്ച് അവൻ മുത്തശ്ശിയുടെ വീടിനടുത്തെത്തി. ഇനി അങ്ങോട്ട് വണ്ടി പോകില്ല. നന്നേ വീതി കുറഞ്ഞ വഴിയാണ്. ജയവർദ്ധൻ ജീപ്പിൽ നിന്നിറങ്ങി മുൻപിൽ കണ്ട മൺപാതയിലേക്ക് ഇറങ്ങി നടന്നു. ഒരു 4 അടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും നേരിയ നിലാവെളിച്ചത്തിൽ ആ വഴിയുടെ നടുക്കായി ആരോ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ആരാ അവിടെയെന്ന് പലതവണ അവൻ വിളിച്ചു ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ജയൻ മെല്ലെ നടന്നടുത്തെത്തിയപ്പോൾ പുറംതിരിഞ്ഞു നിന്നയാൾ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു. ജയൻ ഭയന്ന് നിലവിളിച്ച് കണ്ണും പൊത്തി നിന്നു. വണ്ടിക്ക് മുന്നിൽ ചാടിയ ആ കുട്ടി, തലയില്ലാതെ മാന്ത്രികൻ ചുമന്നുകൊണ്ടുപോയ അതേ കുട്ടി, ഇപ്പോൾ ശരീരമാകെ ചോരയിൽ കുളിച്ച് റോഡിൽ നിൽക്കുന്നു. കണ്ണുപൊത്തി നിന്ന ജയൻ അല്പം കഴിഞ്ഞ് പതിയെ കണ്ണു തുറന്നപ്പോൾ അവിടെ ആരും തന്നെയില്ല. പിന്നീട് അധികമൊന്നും ചിന്തിച്ചില്ല. നേരെ ഒരോട്ടം. ചെന്ന് നിന്നത് മുത്തശ്ശന്റെ വീട്ടിൽ. വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ജയൻ പലതവണ വാതിലിൽ മുട്ടി വിളിച്ചു. പക്ഷേ അകത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. സാധാരണ എത്ര രാത്രിയായാലും ഒറ്റത്തവണ മുട്ടിയാൽ മുത്തശ്ശൻ ഇറങ്ങി വരാറുള്ളതാണ്. പക്ഷേ
ഇന്ന് എന്തു പറ്റിയെന്ന് ആലോചിച്ചു നിന്നപ്പോൾ അവന്റെ തൊട്ട് പിന്നിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ആരാ അത്? ശബ്ദം കേട്ട ദിക്കിലേക്ക് ജയൻ തിരിഞ്ഞു നോക്കി. ഓ, ജയൻ മോനാണോ? എന്താ ഇത്ര രാത്രിയിൽ? ആ സ്ത്രീ ജയനെ നോക്കി ചോദിച്ചു. അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. മുത്തശ്ശന്റെ വീട്ടിലെ അടുക്കളപ്പണികൾ അവരാണ് ചെയ്തിരുന്നത്. ഇതുവഴി ഒന്ന് പോയപ്പോൾ മുത്തശ്ശനെ ഒന്ന് കാണുമെന്ന് തോന്നി. അതാ വന്നത്. അയ്യോ മോനെ, മുത്തശ്ശൻ ഇപ്പോൾ വീട്ടിലില്ലല്ലോ. അദ്ദേഹം ഈ ഗ്രാമത്തിലെ പൂജാരിയുടെ വീട് വരെ പോയിരിക്കുക. അവിടെ ഒരു വലിയ പൂജ നടക്കുന്നുണ്ട്. അതുകൊണ്ടാ അവിടേക്ക് പോയത്. എവിടെയാണ് ഈ പൂജാരിയുടെ വീട്? ഞാൻ പോയി നോക്കാം. ജയൻ അവിടേക്ക് പോകാൻ തിടുക്കം കൂട്ടി. അപ്പോൾ തന്നെ ആ സ്ത്രീ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൻ ഇവിടെ ഇരിക്കെ. യാത്ര കഴിഞ്ഞ് വിഷമിച്ച് വന്നതല്ലേ, ഞാൻ പോയി മുത്തശ്ശനെ വിളിച്ചിട്ട് വരാം. അത്രയും പറഞ്ഞ് ആ സ്ത്രീ പുറത്തെ വീട്ടിലേക്ക് നടന്നകന്നു. അങ്ങനെ അവരെയും കാത്ത് ജയൻ ആ കസേരയിലേക്ക് ഇരുന്നു. താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ വീണ്ടും ആലോചിച്ചു. അതെല്ലാം സത്യമാണോ, അതോ വെറും ഭ്രമം മാത്രമാണോ? എന്തായാലും അവൻ ആകെ ഭയന്നിരുന്നു. അല്പനേരം കഴിഞ്ഞ് മുത്തശ്ശൻ അവിടേക്ക് വന്നു. എന്താ മോനെ, ഈ രാത്രിയിൽ എന്തേലും ആവശ്യമുണ്ടോ? മുത്തശ്ശൻ ചോദിച്ചു. ഒരുപാട് നാളായില്ലേ മുത്തശ്ശനെ കണ്ടിട്ട്. അതാ ഈ വഴി പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയത്. ശരി വാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വീടിന്റെ വാതിൽ തുറന്നു. രണ്ടാളും അകത്തേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിലെ പൂജാരിയുടെ മകൻ 2 ദിവസം മുമ്പ് മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. ഞാൻ അവിടെയായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ അവിടെയുണ്ട്. മോൻ ആഹാരമൊക്കെ കഴിച്ചിരുന്നോ? കഴിച്ചിരുന്നു, ജയൻ പറഞ്ഞു. എന്നാൽ മോൻ കിടന്നോളൂ, ഞാൻ പൂജാരിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് ദാ ഇപ്പോ വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ വീണ്ടും വീടിന് പുറത്തേക്കിറങ്ങി. ജയൻ ഒരു മുറി തുറന്ന് അകത്തേക്ക് കയറി. ക്ഷീണിതനായിരുന്ന അവൻ കട്ടിൽ കണ്ടതും അതിലേക്ക് കിടന്നു. അധികം താമസിയാതെ തന്നെ അവൻ മയങ്ങി തുടങ്ങി. ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അമ്മുമ്മയോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. പെട്ടെന്ന് ആ നല്ല നിമിഷങ്ങൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് മയക്കം അവനെ വിട്ടകന്നു. നോക്കിയപ്പോൾ മുറിയുടെ ഒരു കോണിൽ കീറിയൊരു വസ്ത്രം ധരിച്ച് മുഖമാകെ ചോരയിൽ കുളിച്ച് ആ കുട്ടി ജയനെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് ഭയന്ന് തമ്പിച്ചു പോയി ജയൻ. പിന്നീട് ആ പയ്യൻ നേരെ കട്ടിലേക്ക് ചാടിക്കയറി ജയന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്നു. ആ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം ജയന്റെ ശരീരം ആകെ പടർന്നു. പേടിച്ചു വിറച്ച ജയവർദ്ധൻ ആരാ നീയെന്ന് ചോദിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. പിന്നീട് ആ കുട്ടിയുടെ കൈകൾ ജയന്റെ കഴുത്തിലേക്ക് നീങ്ങി. അവൻ ശക്തിയായി ജയന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ജയന് ശ്വാസം മുട്ടി. അവന്റെ ശരീരം വിറകൊണ്ടു. അപ്പോഴേക്കും പുറത്ത് വാതിലിൽ ആരോ മുട്ടി വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ജയന് ചലനശേഷി അതോടെ തിരികെ കിട്ടി. അവൻ ആ കുട്ടിയെ തള്ളി മാറ്റാൻ ഒരുങ്ങിയതും ആ കുട്ടി അവന്റെ നെഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് ചാടി കട്ടിലിനടിയിലേക്ക് കയറിപ്പോയി. ജയൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് മുത്തശ്ശനായിരുന്നു. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ മോനെ, എന്തു പറ്റി? നീ എന്തിനാണ് നിലവിളിച്ചത്? മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴും ജയൻ കട്ടിലിനടിയിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. നീ എന്താ അവിടെ നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കട്ടിലിനടിയിലേക്ക് നോക്കി. പക്ഷേ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് ജയൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശ, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആ കുട്ടിയെ ജീവനോടെയും അല്ലാതെയും കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ദാ ഇവിടെ വെച്ചു. ജയവർദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു നിമിഷത്തേക്ക് മുത്തശ്ശൻ എന്തൊക്കെയോ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, നമുക്കൊരു സ്ഥലം വരെയും പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ജയനെയും കൂട്ടി വീടിന് പുറത്തേക്കിറങ്ങി. അവർ പോയത് ആ പൂജാരിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയ ശേഷം മുത്തശ്ശൻ ജയവർദ്ധനെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അവനോട് ചോദിച്ചു, നീ കണ്ടുവെന്ന് പറയുന്ന കുട്ടി ഇവനാണോ? അതെ, അതെ മുത്തശ്ശ, ഞാൻ കണ്ടത് ഇവനെ തന്നെയായിരുന്നു. നീ പറയുന്നത് സത്യമാണോ മോനെ? ഈ ചോദ്യം ചോദിച്ചത്
അവിടെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ ഒരാളായിരുന്നു. ജയൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് അവൻ തന്നെയാ, ഞാൻ ഇവനെ തന്നെയാ കണ്ടത്. അപ്പോൾ ആ കുട്ടിയെ ആരോ കൊന്നതാണ്, അതും ബലി. അവിടെ കൂടിയിരുന്നവരിൽ ചിലർ വിളിച്ചു പറഞ്ഞു. പിന്നീട് പൂജയിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ ആയുധങ്ങളും കയ്യിലേന്തി ജയൻ കുട്ടിയെ കണ്ടുവെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ജയനെയും കൂട്ടി നടന്നു നീങ്ങി. ആ കാട്ടുപ്രദേശം ആകെ റാന്തൽ വിളക്കുകളുടെ മഞ്ഞ പ്രകാശം പരന്നു. അവിടെ ആകെ തിരിഞ്ഞ് അവരൊടുവിൽ ഒരു ശ്മശാനത്തിലെത്തി. ആ സമയം അവിടെ ഒരാൾ എന്തോ ദുർമന്ത്രവാദ ക്രിയകൾ നടത്തുന്നുണ്ടായിരുന്നു. അവരടുത്തെത്തിയപ്പോൾ ആ മാന്ത്രികൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആളുകൾ ശ്മശാനം മുഴുവനും വളഞ്ഞിരുന്നു. അവിടെ ആ കുട്ടിയുടെ ശിരസില്ലാത്ത ശരീരം വെച്ചുകൊണ്ട് ഏതോ ദുർമന്ത്രവാദ ക്രിയകൾ ചെയ്യുകയായിരുന്നു അയാൾ. കുട്ടിയുടെ ശരീരം തിരിച്ചറിഞ്ഞതോടെ ആളുകൾ ആ മാന്ത്രികനെ തല്ലിക്കൊന്നു. 3 ദിവസം മുമ്പാണ് അപ്രതീക്ഷിതമായി പൂജാരിയുടെ മകൻ മരണപ്പെട്ടത്. പക്ഷേ ആ കുട്ടിയുടേത് ഒരു സ്വാഭാവിക മരണമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സത്യം ബോധ്യമായി. 3 ദിവസം മുമ്പ് മരിച്ച കുട്ടിയുടെ ശവശരീരം കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത ശേഷം ശിരസ് മുറിച്ചു മാറ്റി അയാൾ ആ കുട്ടിയുടെ ശരീരത്തെ ഏതോ ദുർമന്ത്രവാദം ചെയ്യാനായി ഉപയോഗിച്ചതായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷം ആ കുട്ടിയുടെ ശരീരം തിരികെ പൂജാരിയുടെ വീടിനടുത്തുള്ള മറ്റൊരു ശ്മശാനത്തിൽ അടക്കം ചെയ്തു. ഇതെല്ലാം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ജയവർദ്ധന് ചില കാര്യങ്ങൾ മനസ്സിലായി. മനുഷ്യന് വിശദീകരിക്കാനാവാത്ത പല ശക്തികളും ഈ ഭൂമിയിലുണ്ട്. മനുഷ്യന് നേരിട്ടൊരനുഭവം ഉണ്ടാവുന്നതുവരെ പലർക്കും ഇതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങൾ മാത്രമാണ്. ആ കുട്ടിയുടെ ആത്മാവിനെ അവന്റെ കൺമുന്നിൽ കണ്ടതോടെ അവനെല്ലാം പൂർണ്ണ വിശ്വാസമായി. എങ്കിലും ജയന്റെ മനസ്സിൽ ഒരു സംശയം ബാക്കി വന്നു. അടുത്ത ദിവസം അവൻ മുത്തശ്ശനോട് ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ ഈ രക്തയോട്ടം നിലക്കാറില്ലേ? പക്ഷേ ആ കുട്ടിയുടെ ശരീരത്തിൽ അപ്പോഴും രക്തം ഒഴുകുന്നുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാ? ജയന്റെ ആ ചോദ്യം കേട്ട് മുത്തശ്ശൻ മറുപടി പറഞ്ഞു, അതേ മോനെ, അതൊക്കെ ദുർമന്ത്രവാദത്തിന്റെ പ്രഭാവമാണ്. ചില മാന്ത്രികർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അവരാദ്യം സ്തംഭന ക്രിയയിലൂടെ ആളെ കൊല്ലും. പക്ഷേ ശരീരത്തിലെ ജീവകല 3 ദിവസം നിലനിൽക്കും. ആ സമയത്ത് അവരെ ആ ശവത്തെ ഉപകരണമാക്കി മന്ത്രവിദ്യ നടത്തും. ആ പ്രക്രിയ കഴിഞ്ഞാൽ മാത്രമേ ആ ജീവചൈതന്യം മുഴുവൻ അവസാനിക്കൂ. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട് ജയവർദ്ധൻ നിശബ്ദനായി. പിന്നീട് അങ്ങോട്ട് അവനൊരു ദൈവവിശ്വാസിയായി മാറി.